പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പിക്കപ്പ് വാനിൽ കണ്ടമാനം സ്ഫോടക വസ്തു പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തോതിലല്ല, വലിയൊരു തോതിലാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാലക്കാട് ദേശീയപാതയിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടി. പിക്കപ്പ് വാനിൽ 100-ലധികം പെട്ടികളിലാക്കി ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് കണ്ടെടുത്തത്. തണ്ണിമത്തൻ ലോഡിന് താഴെയാണ് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോക്സുകൾ ഒളിപ്പിച്ചിരുന്നത്. ഹാത്തിഫ് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിയരാഗ്, ഇന്ന് രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ സ്ഥിര വാഹന പരിശോധന. ഈ വാഹന പരിശോധനയ്ക്കിടെ ഒരു പിക്കപ്പ് വാൻ വരുന്നു, അതിന് കൈ കാണിച്ച പിക്കപ്പ് വാൻ നിർത്താതെ പോയതോടുകൂടി തന്നെ പോലീസ് ഈ പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന പിക്കപ്പ് വാഹനത്തെ പോലീസ് വാഹനം തടഞ്ഞിട്ട് പിടികൂടിയതിന് പിന്നാലെ തന്നെ നടത്തിയ പരിശോധന. ഈ പരിശോധനയിലാണ് ഈ പിക്കപ്പ് വാനിന്റെ മുകളിൽ ഈ തണ്ണിമത്തൻ അടുക്കി വെച്ച നിലയിൽ കണ്ടത്. പിന്നാലെ തന്നെ ഈ തണ്ണിമത്തൻ എടുത്ത് മാറ്റിയപ്പോഴാണ് ഈ 100-ലധികം പെട്ടികളിലായി ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തുന്നത്. ഏകദേശം ഓരോ പെട്ടിയിലും 200-ലധികം സ്ഫോടക വസ്തുക്കളുണ്ട്. അങ്ങനെ ഏകദേശം 100-ലധികം പെട്ടികളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഓരോ പെട്ടികളിലും ജലാറ്റിൻ സ്റ്റിക്കുകൾ, അതേപോലെ തന്നെ ഡിറ്റനേറ്ററുകൾ, കൂടാതെ തന്നെ ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ്, അതായത് തമിഴ്നാട്ടിലെ ധാരാപുരം തുപ്പൂരിൽ നിന്നാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കൂടാതെ തന്നെ അവിടെയുള്ള ഈ പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്.